മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ CPIM സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും നേതാക്കളുടെ നാക്കുപിഴയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായി സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ശൈലിക്കും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. നാക്കുപിഴ പറ്റിയ നേതാക്കളുടെ പേര് പറയാതെയാണ് സംസ്ഥാന സമിതിയിലെ റിപ്പോർട്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ബോധ്യപ്പെടുത്താൻ ആയില്ലെന്നും വിലയിരുത്തലുണ്ട്. വിവരങ്ങൾ റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, നേരത്തെ CPIയുടെ വിവിധ ഘടകങ്ങൾ CPIMന്റെ പല ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇതിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയെ ഉൾപ്പെടെ വിമർശിക്കുന്നത്. തീർച്ചയായും അതിനിൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുമ്പോഴും സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം പിണറായി വിജയനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കണ്ടത്. 2 ദിവസമായി തിരുവനന്തപുരത്ത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗവും തുടർന്ന് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് സംസ്ഥാന കമ്മിറ്റി യോഗവും നടക്കുന്നുണ്ട്. നമുക്കറിയാം, VSന്റെയും പിണറായി വിജയന്റെയും വിഭാഗീയതയുണ്ടായിരുന്ന കാലത്ത് പോലും ഇത്രയധികം രൂക്ഷമായ വിമർശനം പിണറായി വിജയൻ നേരിടേണ്ടി വന്നില്ല എന്ന് വേണം പറയാൻ. അതിശക്തമായിട്ടുള്ള വിമർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഇന്ന് ഉയർന്നു വന്നത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം വിലയിരുത്തിയതും സംസ്ഥാന സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ഉള്ളതും. ക്ഷേമ പെൻഷൻ നൽകാത്തതടക്കം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോ CPIMനോ ആയില്ല എന്നുള്ളൊരു സ്വയം വിമർശനവും അവർ ഏറ്റെടുക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ചില നേതാക്കളുടെ നാക്കുപിഴയും CPIMന് കനത്ത തോൽവി നൽകുന്നതിന് കാരണമായി എന്നും ഒരു വിലയിരുത്തൽ ഉണ്ട്. പിണറായി വിജയനെയും അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണുള്ളത്. സീതാറാം യെച്ചൂരി അടക്കം പങ്കെടുത്ത യോഗത്തിൽ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായത്. ഇനിയും 2 ദിവസം സംസ്ഥാന കമ്മിറ്റി നടക്കുന്നുണ്ട്. തുടർ ദിവസങ്ങളിലും രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ആയിട്ടാണ് സംസ്ഥാന കമ്മിറ്റി യോഗം മുന്നോട്ട് പോകുന്നത്. സ്വയം വിമർശനപരമായി ഏറ്റെടുക്കുന്നു. തിരുത്തൽ വേണം എന്നുള്ളതാണ്. മറ്റന്നാൾ യോഗം ചേർന്ന് ഏത് രീതിയിൽ തിരുത്തൽ നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമായിരിക്കും CPIM പരിഗണിക്കുക. എന്തായാലും കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്, മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് എന്നതാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് വിലയിരുത്തിയിരിക്കുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തതും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഒപ്പം ചില നേതാക്കളുടെ നാക്കുപിഴയും തോൽവിക്ക് കാരണമായി സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്. റിനുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.